ഇന്ന് നമ്മൾ വീൽ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പോവുകയാണ്. ചെറിയൊരു പേടിയുണ്ട് എനിക്ക്. അപ്പൊ വീൽ ചെയ്യാൻ നമുക്ക് ആദ്യം ഫ്രണ്ട് വീല് പൊക്കി ശീലമാണ്. ചെറുതായിട്ടൊന്നും പൊങ്ങിയാൽ പോലെ ആകാശത്തോട്ട് പൊങ്ങിയിരുന്നാൽ മാത്രമേ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പലവട്ടവും പൊക്കി ഒരേ ഹൈറ്റിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ലെവൽ 1 നിന്ന് ലെവൽ 2 പോകാൻ പറ്റത്തുള്ളൂ. ഞാനത് എത്തിച്ച് കൈവേരെ എടുത്താണെങ്കിൽ. അപ്പൊ ലെവൽ 2 നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീല് പൊക്കി കഴിഞ്ഞിട്ട് ത്രോട്ടിൽ കൊടുത്ത് മുമ്പിലോട്ട് പോകണം. ഇപ്പൊ ആശാൻ എനിക്ക് പുറകിൽ നിന്ന് പിടിച്ച് ത്രോട്ടിലിന് വേണ്ടി ആ ശീലം വരുത്തിക്കുകയാണ്. ശീലം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാൻ നല്ല വെയിറ്റ് തോന്നിക്കാണും, പക്ഷെ എനിക്ക് വലുതായിട്ട് ശീലം തുടക്കത്തിലൊന്നും വന്നില്ല. അപ്പൊ എന്തൊക്കെ ശീലം വന്ന് ഞാൻ എന്റെ ക്യാമറമാൻ ഇടിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചു ദൂരം പോയി കേട്ടോ. എന്തായാലും അപ്പൊ ലെവൽ 2 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പുല്ല് നിൽക്കുന്ന അവിടെ വരെ ഞാൻ സ്വന്തമായിട്ട് 5 വട്ടം അടുപ്പിച്ച് ത്രോട്ടിലടിച്ച് വരണം. അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക്. വീല് ചെയ്യുന്നതിനിടയ്ക്കും കുറച്ച് സൈഡ് ക്വസ്റ്റ് ട്രൈ ചെയ്യുന്നതൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ വീല് പൊക്കിയിട്ട് ത്രോട്ടിൽ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ബൈക്ക് എന്റെ തെറിച്ചു പോകുന്നു. എന്തായാലും സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ചാലും ഞാൻ എന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്ത് വെക്കുന്നു പറഞ്ഞാൽ പോലും പലവട്ടവും ബൈക്ക് തെറിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ പോവുകയാണ്. ഇപ്പോഴാണെങ്കിൽ ബൈക്ക് ഞാൻ ഇരിക്കുന്ന പോലില്ല, ബൈക്ക് സ്വന്തമായിട്ട് തന്നെ മാറിപ്പോകും എന്റെ കയ്യിൽ. അപ്പൊ ഫുൾ ആയിട്ട് കമ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീല് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പൊങ്ങുന്നതൊക്കെ വീഴുന്നതൊക്കെ സർവ്വസാധാരണ, വലുതായിട്ടൊന്നും പറ്റത്തില്ല സേഫ്റ്റി ഗിയർ ഒക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ കുറേയേറെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീലിക്കകത്ത് 2 ത്രോട്ടിൽ കൊടുത്ത് കുറച്ച് മുമ്പിലോട്ട് പോയി. മുമ്പിലോട്ടല്ല, വളരെ സൈഡിലോട്ടാ പോയാൽ, പക്ഷെ എന്നാലും എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് നല്ലൊരു വീലിയാണ്. പിന്നെ ഒരെണ്ണം അടിച്ചു, എനിക്ക് വയ്യ. അപ്പൊ ഒരെണ്ണം പോലും പുല്ലിന്റെ അപ്പുറത്ത് പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുല്ല് വരെ എത്തുന്നതിന് മുമ്പ് എന്നെ വീല് താഴത്തോട്ട് വീണ് പോകും. അപ്പൊ ഞാൻ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല, എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യും തോറും കുറച്ചായിട്ട് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, പക്ഷെ ഡ്രാസ്റ്റിക് ഒന്നുമല്ല. ഞാൻ 3 ദിവസത്തേക്ക് വീല് പഠിക്കാൻ വരുന്നുള്ളായിരുന്നു. വളരെ ചുരുക്കം ദിവസമാണ്, 10 ദിവസമെങ്കിലും വേണം. പക്ഷെ അതുകൊണ്ട് ഇതിന്റെ അവസാനത്തെ വീലിയായിരുന്നു. ഫുൾ കമ്മിറ്റ്മെന്റ്, ബട്ട് നോ ഗോ. ഞാൻ തെറിച്ച് വീണ് ചെറുതായിട്ട് കയ്യിലൊക്കെ ഒരു ഊട്ട വന്ന്, ഊട്ട ഉള്ളത് ഗ്ലൗസിലാണ്, അതുകൊണ്ടാണ് സേഫ്.